ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉറുമ്പുകളെ നിഷ്പ്രയാസം കൊല്ലാൻ പറ്റിയ ഒരു കിടിലൻ ഒരു ടിപ്പുമായിട്ടാണ്. പൈസ കൊടുത്തൊന്നും നിങ്ങൾ ഹിറ്റൊന്നും വാങ്ങിച്ച് പണം കളയണ്ട. നമുക്ക് അടിപൊളിയായിട്ട് ഒരു സൊല്യൂഷൻ വീട്ടിലുണ്ടാക്കാം. ഉറുമ്പുകൾ കൂട്ടത്തോടെ ചാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒരു വലിയൊരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുപ്പിക്കകത്ത് നമ്മൾ ആദ്യം ഇടാൻ പോണ സാധനം മഞ്ഞൾപ്പൊടി. നമ്മൾ കറിക്കൊക്കെ ഇടുന്ന മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടി താണ്ട ഇപ്പം ഞാൻ ഒരു സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി വേണം ആദ്യം ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം ഇതിലോട്ട് പിന്നെ ഞാനിവിടെ സോപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സോപ്പ് പൊടി കുറച്ച് ഇതേപോലെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. സോപ്പ് പൊടിയും അതേപോലെ തന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 2 സ്പൂണ് സോപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഏത് സോപ്പ് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് വിനാഗിരിയാണ്, നമ്മളെ വൈറ്റ് വിനിഗറും കൂടെ ഇതിലോട്ട് ഒഴിക്കണം. അപ്പോൾ വൈറ്റ് വിനിഗർ ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും. പിന്നെ എന്താ വൈറ്റ് വിനിഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വൈറ്റ് വിനിഗർ ഒഴിച്ച് കൊടുത്ത ശേഷം ഇതിനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കണം. കണ്ട ഇപ്പോൾ ഒരു ലൈറ്റ് കളറായില്ലേ, ഇത് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് നിറച്ച് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. തണുത്ത വെള്ളമാണ്. ഐസ് വാട്ടർ ഇല്ലെങ്കിൽ വെറും പച്ചവെള്ളം ഒഴിച്ചാലും മതി. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ട കളർ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വെള്ളം പോരാ. നമുക്കിപ്പോൾ കുറച്ച് സാധനം കൊണ്ട് തന്നെ ഇതിൽ ഒരു കുപ്പി സൊല്യൂഷൻ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ഇത് നിറച്ച് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അടിവശത്തോട്ട് കുറച്ച് ഇങ്ങനെ കട്ട പോലെ കിടക്കുന്നില്ലേ, അപ്പം നമ്മളിങ്ങനെ ഒന്ന് കൊട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇതെല്ലാം മേപ്പോട്ട് വന്നിട്ട് ഡൈല്യൂട്ട് ആവും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ട ഇത് ഒരു കാരണവശാലും കുട്ടികളുള്ള ഭാഗത്തൊന്നും വയ്ക്കരുത്. ഇത് ജ്യൂസൊന്നും വെച്ച് പിള്ളേരെടുത്ത് കുടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഉറുമ്പുള്ള വശത്തോട്ട് നമുക്കിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ കുപ്പിയുടെ മേളിൽ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. 2 ഹോള് മതി. സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് മതി. തറയിലൊക്കെ ഇങ്ങനെ ഉറുമ്പ് കിടക്കുകയാണ്. ഇവിടെ ഒക്കെ ഞാനിതിപ്പോൾ ഒന്ന് ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ വീട്ടിൻ്റെ അകത്താണെങ്കിലും ഇതേപോലെ തന്നെ ഒന്ന് തളിച്ചു കൊടുക്കണം. ഉറുമ്പിനെ കൊന്ന ശേഷം നിങ്ങൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഇതിലിപ്പോൾ സോപ്പ് പൊടി ഉള്ളതുകൊണ്ട് വിനാഗിരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. ചെടിയുടെ ഇടയിലൊക്കെ ഇതേപോലെ തന്നെ ഇതുപോലെ ഉറുമ്പ് ശല്യമൊക്കെ കാണും. അവിടെ ഒക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. കരിയേപ്പിലയില അവിടെയൊക്കെ ഇതുപോലെ തന്നെ കാണും. കരിയേപ്പിലയിലൊക്കെ ഇലയൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഉറുമ്പൊക്കെ തിന്ന് നാശമാക്കി കളയും. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് തളിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇടുമ്പോൾ അവിടത്തേക്ക് എൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.